കുറച്ചു ദിവസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ് തന്റെ പ്രണയബന്ധത്തെക്കുറിച്ചും അതുമൂലം താൻ നേരിട്ട മാനസിക പീഡനങ്ങളെയും കുറിച്ച് നടി അനുപമ പരമേശ്വരൻ നടത്തിയ വെളിപ്പെടുത്തലുകൾ. 2 വർഷത്തെ ആ പ്രണയബന്ധത്തിൽ ശാരീരികമായും മാനസികമായും ഒരുപാട് അനുഭവിച്ചെന്നും സഹികെട്ട് ഇറങ്ങി പോരുകയായിരുന്നുവെന്നും പറഞ്ഞ നടി യഥാർത്ഥത്തിൽ തന്റെ കാമുകന് നാർസിസ്റ്റിക് ബിഹേവിയർ ആണെന്ന് വെളിപ്പെടുത്തുകയായിരുന്നു. താനാണ് മറ്റുള്ളവരെക്കാൾ പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ മികച്ചത് എന്ന അമിതമായ ധാരണയും മറ്റുള്ളവരിൽ നിന്ന് നിരന്തരം പ്രശംസയും അംഗീകാരവും ആവശ്യപ്പെടുകയും മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്നതിൽ കുറവ് കാണിക്കുകയും ചെയ്യുന്ന ഒരു പെരുമാറ്റമാണ് ഇത്തരക്കാർക്ക് പൊതുവെ ഉള്ളത്. ഇവരെക്കുറിച്ച് വിദഗ്ധർ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇത്തരക്കാർ സ്വന്തം തെറ്റ് വ്യക്തമായാലും സമ്മതിക്കില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടല്ല, നീ തെറ്റായി മനസ്സിലാക്കി എന്ന് പറയും. അവസാനം പ്രശ്നങ്ങളിൽ കുറ്റം നിങ്ങളിലേക്ക് മാറ്റും. വിമർശനം വളരെ മോശമായിട്ടേ സ്വീകരിക്കൂ. ചെറിയ ഫീഡ്ബാക്ക് പോലും അവമാനമായിട്ടെടുക്കും. പെട്ടെന്നുള്ള ദേഷ്യം, പരിഹാസം, മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ തിരിച്ചു കുറ്റപ്പെടുത്തും. നിങ്ങൾ വിഷമത്തിലാണെന്ന് അറിയാമെങ്കിലും നിങ്ങളുടെ വികാരങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ സ്വന്തം ആവശ്യങ്ങൾ മാത്രം സംസാരിക്കും. നിങ്ങൾക്ക് ജോലിയിൽ വലിയ പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ അതൊക്കെ എല്ലാവർക്കും ഉണ്ടാകും, എന്റെ പ്രശ്നമാണ് വലുത് എന്ന് പറയും. ആദ്യം അമിതമായി സ്നേഹിക്കും, പിന്നീട് നിയന്ത്രണങ്ങൾ തുടങ്ങും. പ്രത്യേകിച്ച് റൊമാന്റിക് റിലേഷൻഷിപ്പിൽ ആദ്യം അമിതമായ അറ്റൻഷൻ, കോംപ്ലിമെന്റ്സ്, ഗിഫ്റ്റ് എന്നിവ വാരിക്കോരി നൽകും. പിന്നീട് നിയന്ത്രണങ്ങളായി കുറ്റപ്പെടുത്തൽ, അവഗണന എന്നിവ പുറകെ വരും. ഇതിനെ ചിലർ ലവ് ബോംബിംഗ് എന്നൊക്കെ വിളിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കളെയും കുടുംബത്തെയും ഒഴിവാക്കാൻ സമ്മർദ്ദമുണ്ടാക്കും. നിങ്ങളുടെ ഫോൺ, പണം, വസ്ത്രം, യാത്ര, സോഷ്യൽ കോണ്ടാക്ട് തുടങ്ങിയവയിൽ നിയന്ത്രണങ്ങൾ വരും. സ്വന്തം വിജയങ്ങളെ അമിതമായി ഉയർത്തിയിട്ട് നിങ്ങളുടെ വിജയങ്ങളെ ചെറുതാക്കി കാണിക്കും. മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ അവമാനിച്ചിട്ട് അതൊരു തമാശയായിരുന്നു എന്ന് പിന്നീട് പറയും. തർക്കങ്ങളിൽ ഒരിക്കലും ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല. പകരം നിങ്ങളെ നിരന്തരം കുറ്റബോധത്തിലാക്കും. എന്നിട്ടത് സ്നേഹം, ശ്രദ്ധ ഇതൊക്കെ ഒരു ശിക്ഷയായി തോന്നിപ്പിക്കും. നിങ്ങൾ വിജയിച്ചാൽ അതിൽ വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ പരാജയപ്പെട്ടാലോ, ഞാൻ പറഞ്ഞതല്ലേ, നീ ഒന്നിനും കൊള്ളില്ല എന്ന് പറയും. ജോലിസ്ഥലത്തും കാണാൻ സാധിക്കും ഇത്തരം നാർസിസ്റ്റിക് സ്ട്രാക്സ് ഉള്ള ആൾക്കാരെ. ഇവരിൽ ചിലരാകട്ടെ മറ്റുള്ളവരുടെ ജോലി സ്വന്തം പേരിൽ അവതരിപ്പിക്കും. തെറ്റുപറ്റിയാലോ അതിന്റെ ഉത്തരവാദിത്വം ജൂനിയേഴ്സിലേക്ക് മാറ്റും. ഇവർ ബോസിന്റെ മുന്നിൽ വളരെ ചാമിങ് ആയിരിക്കുകയും മറ്റുള്ളവരോട് മോശമായി പെരുമാറുകയും ചെയ്യാം. മറ്റൊരാൾക്ക് അംഗീകാരം ലഭിക്കുമ്പോൾ അസ്വസ്ഥനാവുകയും ചെയ്യും. കൂടാതെ ടീമിലെ ആളുകളെ തമ്മിൽ മത്സരിപ്പിക്കുകയോ കുത്തിത്തിരിപ്പുണ്ടാക്കുകയോ ചെയ്യും. ഇനി നടി അനുപമയും നടൻ ചിയാങ് വിക്രമിന്റെ മകനുമായ, അതായത് നാർസിസ്റ്റിക് ബിഹേവിയർ ആരോപണം നേരിടുന്ന ധ്രുവിന്റെയും വിഷയത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് അനുപമ ഇത്രയും കാലം ഇതൊക്കെ സഹിച്ചു നിന്നുവെന്ന ചോദ്യം ഉന്നയിച്ച് എത്തിയിരിക്കുന്നത് സംവിധായകൻ ആലപ്പി അഷ്റഫാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം. തന്റെ പ്രണയകാലത്തെ മാനസികാവസ്ഥയെക്കുറിച്ച് അനുപമ വിവരിക്കുന്നത് താനൊരു അഭിനേതാവും ആത്മവിശ്വാസവുമുള്ള സ്ത്രീയാണെന്നതിൽ ലജ്ജ തോന്നിയ സമയമായിരുന്നു അതെന്നാണ്. ഒരു കാലത്ത് 11 കുട്ടികൾ വരെ വേണമെന്ന് സ്വപ്നം കണ്ട എനിക്ക് ഒരു കുട്ടി പോലും വേണ്ട എന്ന് പറയുന്നു. ധ്രുവ് തന്നെ നിരന്തരമായി അധിക്ഷേപിച്ചിരുന്നു. അതുമൂലമുണ്ടായ മാനസിക സമ്മർദ്ദത്തിൽ തന്റെ ആരോഗ്യസ്ഥിതി മോശമായെന്നും 2 വർഷമായി താൻ നാർസിസ്റ്റിക് അബ്യൂസ് നേരിടുകയാണെന്നും അനുപമ പറയുന്നുണ്ട്. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന സ്വഭാവമുള്ളവരെ പെട്ടെന്ന് ആർക്കും തിരിച്ചറിയാൻ കഴിയില്ല. ഇവർ വീട്ടിലും പൊതു ഇടങ്ങളിലും വളരെ മാന്യതയോടെയും മറ്റുള്ളവരുടെ ആരാധനയും ബഹുമാനവും പിടിച്ചുപറ്റുന്ന രീതിയിലായിരിക്കും ഇടപെടുക എന്ന് ആലപ്പി അഷ്റഫ് പറയുന്നു. ഇക്കൂട്ടർ നല്ല പെരുമാറ്റത്തിലൂടെ ഒരു ഇരയെ തേടുന്നത് ഇവരുടെ സ്വഭാവ വൈകല്യങ്ങളെ പ്രകടിപ്പിക്കാനാണ്. അവർ തന്ത്രപൂർവ്വം ഒരുക്കുന്ന കെണിയിൽ ശുദ്ധഗതിക്കാരായ പെൺകുട്ടികൾ അവർ അറിയാതെ തന്നെ പെട്ടുപോവുകയും ചെയ്യും. അനുപമ പരമേശ്വരന് സംഭവിച്ചത് അതുപോലെയാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ഒരു മനോരോഗ വിദഗ്ധനെ കണ്ട് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു അസുഖമാണിത്. ആരോപണ വിധേയനായ ധ്രുവിന്റെ അമ്മ ഒരു മനോരോഗ വിദഗ്ധയാണെന്നും സംവിധായകൻ പറയുന്നു. മകന്റെ ഈ മാനസികാവസ്ഥ എന്താണെന്ന് അനുപമയുടെ വെളിച്ചപ്പെടുത്തലോടുകൂടി ഈ മാതാവും അറിഞ്ഞു കാണുമല്ലോ. ഇത് വെറുമൊരു ആരോപണമാണെന്ന് വിശ്വസിച്ച് തള്ളിക്കളയരുത്. കൗൺസിലിങ്ങിലൂടെയും ചികിത്സയിലൂടെയും ഒക്കെ ഈ അവസ്ഥയിൽ നിന്നും തങ്ങളുടെ മകനെ രക്ഷിച്ചെടുക്കാൻ ഈ അമ്മ ശ്രമിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. മലയാളികളെന്നും സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയ നടനാണ് ധ്രുവിന്റെ പിതാവായ ചിയാങ് വിക്രം. മലയാള സിനിമയിലൂടെയും മറ്റും ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് കഴിവ് തെളിയിച്ച് ഉന്നതിയിലെത്തിയ നടൻ. ഏറെ പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടുവന്ന തന്റെ പുത്രൻ പൊതുസമൂഹത്തിന്റെ മുന്നിൽ അപഹാസ്യ കഥാപാത്രമായി ഒരു കുറ്റവാളിയെ പോലെ നിൽക്കുന്നത് കാണുമ്പോൾ ആ പിതാവും ഏറെ വേദന അനുഭവിക്കുന്നുണ്ടാകും. എന്നാൽ അനുപമ അനുഭവിച്ച വേദന വെച്ച് നോക്കുമ്പോൾ വിക്രമിന്റെ വേദന നമുക്ക് തള്ളിക്കളയേണ്ടതായി വരും. താനൊരു ഇരയല്ല, ഒരു അതിജീവിതയാണെന്നാണ് അനുപമ പറയുന്നത്. കാരണം ഞാൻ അതിനെ അതിജീവിച്ചിരിക്കുന്നു. ഇവിടെ ഒരു ചോദ്യം ബാക്കിയാണ്. പ്രണയബന്ധത്തിലുണ്ടായ ക്രൂരതകളും മനോവിഷമങ്ങളും 2 വർഷം വരെ സഹിച്ച് അത് നിലനിർത്താൻ ശ്രമിച്ചതിന്റെ ചേതോവികാരം മനസ്സിലാകുന്നില്ല. പെട്ടുപോയി എന്ന് മനസ്സിലാക്കിയാൽ കഴിവും ബുദ്ധിയുമുള്ള പെൺകുട്ടികൾ പരീക്ഷണങ്ങൾക്ക് നിന്നു കൊടുക്കാതെ അതിൽ നിന്നും രക്ഷപ്പെടുകയാണ് വേണ്ടത്. അതെന്താണ് ചെയ്യാതിരുന്നത്? എന്തായാലും എല്ലാം അവസാനിച്ചു കിട്ടിയതിൽ അനുപമയ്ക്ക് സന്തോഷിക്കാമെന്നും ആലപ്പി അഷ്റഫ് പറയുന്നു.